അതൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ചിക്കനാണ്. ചിക്കനൊന്ന് ചെറുതായിട്ട് വേവിച്ച ചിക്കനാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജാറിലേക്ക് മാറ്റിയെടുക്കാം. അതൊന്ന് അടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത് ചെറുതായിട്ട് പൊടിച്ച് കിട്ടിയിരിക്കണം നമുക്ക്. അതിനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ചെറുതായിട്ട് നല്ല പൊടിയാക്കിയിട്ട് നമുക്ക് വരുതിയെടുക്കാം. എന്ത് എത്ര ചെറുതാക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും അന്നേരം നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, മിക്സ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ കൈ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടൂല നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കുഴക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 2 വിരുന്നുകാരുണ്ട്. അപ്പോൾ ഒരു വീഡിയോക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെടുത്തുള്ളത് ഇലയാണ്. അപ്പോൾ നമ്മളൊരു ചീരൻ്റെ ഇലയാണ് എടുത്തുകിടുന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇല വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഏലൊക്കെ വരുതി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല മിക്സ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് വരതിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതേപോലെ ഒന്ന് റൗണ്ടിലാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ മതി. നമ്മൾ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പാത്രത്തിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ മതി. അപ്പോൾ ഏകദേശം പീസുകളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെയ്യാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പിള്ളേർ ചെയ്യണുണ്ട്. നമ്മൾ ബ്രെഡ് പൊടി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് പാലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ മാറ്റി വെച്ചിന് ആ പീസ് എന്ത് ചെയ്യുക, നമുക്ക് ഈ കോഴിമുട്ടയും പാലും കൂടിയൊക്കെ മിക്സ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം, എല്ലായിടത്തും ആയി കിട്ടണം. നമുക്ക് എന്ത് ചെയ്യുക, അത് ബ്രെഡിൻ്റെ പൊടിയൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നന്നായിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ പീസ് ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെ ഇതേപോലെ എല്ലാ പീസും നമുക്ക് ചെയ്തെടുക്കണം. ഏകദേശം പീസുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പീസ് എല്ലതും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. നമ്മൾ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്, ചിക്കനൊക്കെ വെന്ത സാധനങ്ങളായതുകൊണ്ട് കൂടുതൽ നേരം ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം വെച്ചാൽ മതി, 1 മിനിറ്റൊക്കെ ആയിട്ട്. നമ്മൾ പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെടുത്തൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. പീസുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ചെറിയൊരു ഡെക്കറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സോസാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല, കൂടുതൽ ചിലവൊന്നും ഇല്ലാത്തതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പിള്ളേരാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അവർ കുറേ നേരമായി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവരൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അടിപൊളിയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.